കയ്പമംഗലം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് മൂലം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി കയ്പമംഗലം കേര കർഷക സൊസൈറ്റി. കാക്കാത്തുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് IHDP കോളനി ഭാഗത്തുള്ള ഈ പാവപ്പെട്ട ആളുകൾ. പക്ഷെ എല്ലാ വർഷവും അവരിങ്ങനെ ക്യാമ്പിൽ വരിക, 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പിലേക്ക് അവരുടെ വീടുകളിലേക്ക് പോകുക. അതൊരു സ്ഥിരമായിട്ടാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണസമിതി കയറിയതിന് ശേഷം പല രീതിയിൽ സംസ്ഥാന തലത്തിലേക്കൊക്കെ എത്തേണ്ട രീതിയിൽ നമ്മൾ ഓരോ പേപ്പേഴ്സുകളും അത് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടാവും, എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ മെമ്പർമാരെല്ലാവരും കൂടിയിട്ട് ഈ വീടുകൾ മൊത്തത്തിൽ 2 കോളനി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 30-35ഓളം വീടുകൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ സർക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു താലിക്കുസ്ന സമിതിയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഞങ്ങൾ പറയുകയും നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള എവിടം വരെ എത്തുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വേണ്ട കാര്യങ്ങൾ നമ്മൾ അന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ ഈ 9ാം വാർഡിന് വേണ്ടി ഒരുപാട് 9ാം വാർഡ് ആയാലും 8ാം വാർഡ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൊസൈറ്റി പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. ദുരിതം കൊണ്ടോ മഴ കൂടുതൽ പെയ്തത് കൊണ്ടോ അല്ല ഇത് സംഭവിച്ചത്. ഇത് ശ്രദ്ധിക്കാതെ പീച്ചി ഡാം തുറന്നു വിട്ടത് കൊണ്ടുണ്ടായ ദുരന്തമാണ്. പക്ഷെ നമ്മുടെ ഈ വയനാട് ദുരന്തത്തിൻ്റെ വലിയ ആഘാതത്തിലായതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യം പത്രക്കാരോ നാട്ടുകാരോ കൊടുത്ത സാഹചര്യം ഉണ്ടായി. ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ ഉണ്ടാകാതെ ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തമാണ് ഈ നമ്മുടെ ഈ പുഴ വഴി വെള്ളം കയറുന്നത്. കാരണം മഴ മൂലമല്ലത് സംഭവിച്ചത്. ബീച്ചിലെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് അത് ശ്രദ്ധിച്ച് സമയാസമയങ്ങളിൽ കുറച്ചുകൂടി ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ എന്തായിരുന്നാലും അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. നമ്മുടെ കിഴക്കൻ മേഖലയിൽ ഈ ഇവിടെ താമസിക്കുന്ന 40 വീട്ടുകാർക്ക് മാത്രമല്ല, മിക്കവാറും എല്ലാ ആളുകളും വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിച്ച ആളുകൾ. പക്ഷേ നമുക്ക് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സൊസൈറ്റി ചെറിയ രീതിയിലുള്ള ഒരു കിറ്റ് നൽകാൻ തീരുമാനിച്ചത്. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, ഷെഫീഖ് സിരാൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, KV അബ്ദുൾ മജീദ്, CJ ജോഷി, അനസ് അബൂബക്കർ, KS ഷുഹൈൽ, മുഹമ്മദ് പുതിയവീട്ടിൽ, ബാബു ബംഗാലി, TK ഉമ്മർ, കണ്ണൻ നായർ, സാജിദ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH 17 റോഡ്, തൃപ്രയാർ.